ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ആ കുടജാദ്രിയിൽ പോയ ആ ഒരു ഭാഗം ഞാൻ അപ്പോൾ ലൈവ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എൻ്റെ അനുഭവം എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ കുടജാദ്രി മല കയറുന്നത് എന്നുള്ള ആ ഒരു ഭാഗം ഞാൻ എൻ്റെ ചെറിയ ആ ഒരു ക്യാമറയിൽ പകർത്തിയതാണ്. അപ്പോഴത്തെ എൻ്റെ ആ ഒരു എത്ര ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു, അല്ലെങ്കിൽ ഓരോരുത്തരും എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ആ അമ്മയുടെ ഉറവിടം തേടിയിട്ട് അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യം തേടിയിട്ട് അവിടെ എത്തുന്നത് എന്നുള്ളത് എനിക്ക് പറ്റുന്ന വിധത്തിൽ എൻ്റെ ചെറിയൊരു ക്യാമറയിൽ പതിഞ്ഞ ഭാഗങ്ങൾ ഞാനിവിടെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ലൈവ് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളുടെ അപ്പോഴത്തെ അവസ്ഥ അതാണ്. എല്ലാവരും ഇതൊന്ന് അറിയട്ടെ, എന്താണ് കുടജാദ്രി മല, അല്ലെങ്കിൽ എന്താണ് അമ്മയുടെ സാന്നിധ്യം തേടിയിട്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം, എത്രത്തോളം ദുരിതങ്ങളും വിഷമങ്ങളും സഹിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മല കയറുന്നത് എന്നുള്ളതൊന്ന് അറിയാൻ നിങ്ങൾക്കും കൂടി അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങളിലും കൂടി ഒന്ന് എത്തിക്കണം എന്നുള്ള ഒരു മോഹം തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ബുദ്ധിമുട്ടിയിട്ടെടുത്തത്. ശരിക്കും പറയാച്ചാൽ അവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു നിമിഷം നമ്മളുടെ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴെ വന്ന് വീഴും. അത്ര അഗാധമായിട്ടുള്ള ഗർത്തങ്ങളാണ് 4 ഭാഗവും. ശരിക്കും പറയാച്ചാൽ 2 സ്ഥലവും ഗർത്തങ്ങൾ തന്നെയാണ്. അപ്പോൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രകൃതിയെ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് മഞ്ഞു മൂടിയ മലനിരകൾ കാണാനുണ്ട്. പിന്നെ മൃഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു, നമ്മളതൊന്നും കണ്ടില്ല. പിന്നെ നമ്മളുടെ ഭാഗ്യം കൊണ്ട് ക്രൂര മൃഗങ്ങളൊന്നും നമ്മളെ അടുത്തേക്ക് വന്നിട്ടില്ല, അതൊരു ഭാഗ്യമല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. പിന്നെ നന്നായിട്ട് ഉള്ള ഒരു വീഡിയോ വെച്ചാൽ ഇത് ഞാൻ കയറി പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. പിന്നെ നന്നായിട്ടൊരു ഷൂട്ടിങ്ങും അതിൻ്റെ ആ ഒരു പ്രകൃതി രമണീയതയൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതേതായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടോളൂ കേട്ടോ. ശരി. സ്വാമിയെ കയറുകയാണ്, കുടജാദ്രി കയറുകയാണ് കേട്ടോ. എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം വിലക്കെ ഉണ്ട്. അവിടെ കുളമുണ്ട്. അങ്ങനെ കുത്തനുള്ള കയറ്റാണ് കേട്ടോ. നല്ല പാടാണ്. കുറച്ച് റിസ്ക് ഉള്ള കയറ്റാണ്. കണ്ടില്ലേ, ലൈവ് ഇടാൻ പറ്റില്ല, റേഞ്ച് ഇല്ല. നല്ല കുത്തനുള്ള കയറ്റ കട്ടെടുക്കുക. വരുമ്പോൾ കുട്ടീനെ ഒന്നും കൊണ്ട് വരണ്ട കേട്ടോ, പണിയാവും. ഇതാ ഉണ്ട്, കുറേ മുകളിലെത്തിട്ടോ. ഇനിയുണ്ട് ഒരുപാട് ഇപ്പൊക്കെ ഇങ്ങനെ വന്ന് കയറിയത് ശ്വാസം മുട്ട് കണ്ടോ. ഇതുണ്ട്, ഇങ്ങനെയാണ്. ഇനി എങ്ങനെ കയറി പോകണം. കുറേ ആൾക്കാർ വഴിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ചൂടുണ്ടെങ്കിലും നമുക്ക് ചെറുതായിട്ടൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, കണ്ടോ, കുന്നാണ് കുന്ന്. അങ്ങറ്റം കാണും. നല്ല റിസ്ക് ആയിട്ടാണ് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. ആ സുഖം, ആ സൂപ്പർ.
കുപ്പിയാണ് കിടക്കുന്ന നിലത്ത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നിവിടെ പോകുന്ന എന്താ എനിക്കൊക്കെ പൊതുക്കാൻ വയ്യായി നടന്നിട്ട്. വേണ്ടാ എല്ലാവരും ഒന്ന് പോകുന്നുള്ളൂ കേട്ടോ. മൂകാംബികയിൽ വരുമ്പോൾ ചന്ദ്രിക്ക് അടിപൊളിയാണ്. വേണ്ടാ ഇവിടെ യാതൊരു ഭാഗമില്ല, ഇവിടെ തീരെ റേഞ്ചില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. കാണാത്തവരൊക്കെ നന്നായിട്ട് കണ്ടോളൂ. ഇനിയൊരു അവസരം കിട്ടില്ല. അതാ അങ്ങനെ കയറി പോണം. കണ്ടില്ലേ? ഓ ശ്വാസം മുട്ടാന്നേ. വേണ്ടാ ഞാൻ കുറച്ചും കൂടെ ആണ്ട് എത്തിയിട്ട് ബാക്കി എടുക്കട്ടാ. ഇതൊക്കെ ഭയങ്കര ക്രൈസാന്നേ. ഇനി അടിപൊളി സ്ഥലം കാണുന്നുണ്ടോ? അടിപൊളി സൂപ്പർ മഞ്ഞ് മൂടി കിടക്കുക ഇവിടെ മുഴുവൻ. കണ്ടോ? ഫുള്ള് മഞ്ഞ. ഇതാ രസം നോക്കൂ, പ്രകൃതിയുടെ ഭംഗി കാണാൻ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉപകരിക്കും കേട്ടോ. പിന്നെ ട്രക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് പോകുന്ന വഴിയേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോരാതിരിക്കുക. കണ്ടോ കണ്ടോ ആ രസം. അത് നമ്മൾ കയറി പോണ വഴിയാട്ടോ. അത് മരങ്ങളൊക്കെ കണ്ടില്ലേ? കണ്ടോ? കയറി പോണ വഴിയാണ്. ഞമ്മക്കിങ്ങനെ പോയിട്ട് മൊത്തം മുകളിലെത്തണം കേട്ടോ. അമ്മേനെ വിളിച്ചാണ്ട് കയറുന്നെ. ശ്വാസം മുട്ടലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. ഇവിടുത്തെ കല്ലൊക്കെ കണ്ടില്ലേ? പൊടിഞ്ഞിട്ട് സ്ലിപ്പാവാൻ നല്ല ഏരിയയാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുടജാദ്രി വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യം ഉണ്ടാവലുണ്ട് കേട്ടോ. നമ്മൾ ഈ നാമഞ്ചൊല്ലി ഇങ്ങനെ കയറുമ്പോൾ അത് മുഴുവൻ ഭഗവാൻ കാണുമല്ലേ. ഇനിയും കുറേ കയറാണ്ട്. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും നല്ലൊരു ഇതാട്ടോ. ഇതുണ്ടോ ഇവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കണുണ്ടല്ലേ? ഇതാ കണ്ടോ? ഇതൊക്കെ ശരിക്കും നമ്മൾ ഇവിടെ തന്നെ വരണം. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞാലൊന്നും അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടില്ല കേട്ടോ. ഇതുണ്ടോ? ഇത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ കേട്ടോ. ഇവിടെ ഒന്നും വരാത്തവർക്ക് ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അത് കാണിക്കണേണ്ട. അമ്മ താമസിക്കുന്ന അമ്മയുടെ ലോകം കണ്ടോ? സാരില്ല, മുഖമൊക്കെ കണ്ട് കഴുകിയിട്ടേ നാമഞ്ചലി കയറിക്കോളൂ. അതൊക്കെ സർവ്വസാധാരണ. സോഡ നമ്മളിവിടെ എത്തി പോയി ഒന്ന് തൊഴുതു. അദ്ദേഹം ഒരുപാട് ആൾക്കാർ വന്നു. ഇപ്പം നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. വേണ്ട തിരിച്ചിറങ്ങുക ആണ്. ഇവിടെ ഞാൻ ഈ സൈഡിൽ ഇവിടെ കംപ്ലീറ്റ് പാറക്കല്ലുകളാണ്. അപ്പോൾ വീണാൽ ചിലപ്പോൾ നിലത്തെത്തും. താഴത്ത് നോക്കാണ്ട് നടന്നാലേ അവിടെ ഒന്ന് എടുത്തിട്ട് പോവാച്ചിട്ട്. ഇതാണ് ശരിക്കും നമ്മൾ കുടജാദ്രിയുടെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ കേട്ടോ. വേണ്ട ഇതങ്ങനെ കൃത്യം താഴത്തേക്കുള്ള വ്യൂ വേണ്ട. മുഴുവനും കുന്ന. ഞാൻ ഒന്നിച്ചതെല്ലാതും കൂടി ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഒന്നിച്ചൊരു വീഡിയോ ഒക്കെ ഇടണ്ട് കേട്ടോ. അറിയാത്തവർക്ക് കാണാൻ ഇതിന് നല്ലൊരു അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്ര ബുദ്ധിമുട്ടിയിട്ടൊന്നും ആരും വീഡിയോ എടുക്കാൻ നിൽക്കില്ല. കണ്ടോ?